ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നിർണായകമായ ശാസ്ത്രീയ പരിശോധനാ ഫലം നാളെ വരും. കർണാടകത്തിലെ ബെല്ലാരിയിലെ വ്യാപാരി ഗോവർദ്ധനിൽ നിന്ന് കണ്ടെത്തിയ സ്വർണം ശബരിമലയിൽ നിന്ന് എടുത്തതാണോ എന്ന് സ്ഥിരീകരിച്ചാൽ സ്വർണം വീണ്ടെടുക്കലിന്റെ ആദ്യ പടിയായി ഇത് മാറും. ദ്വാരപാലക ശില്പക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്നാണ് വിധി പറയുക. മനീഷ് മഹിവാൽ മറ്റു വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൽ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് SIT നൽകിയത്. അതിൻ്റെ ഭാഗമായി 6 ആഴ്ച കൂടി സമയം നീട്ടി നൽകിയിട്ടുണ്ട്. 6 ആഴ്ച വളരെ നിർണായകമാണ്. നാളെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം SKN സൂചിപ്പിച്ചതുപോലെ തന്നെ ശാസ്ത്രീയ പരിശോധനാ ഫലം പുറത്തു വരും. അങ്ങനെ പുറത്തു വന്നാൽ ഈ കേസിൽ 10 പ്രതികളെ നിലവിൽ SIT പിടികൂടിയിട്ടുണ്ട്. അവിടെ എല്ലാവരും ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. പക്ഷേ ഒരു തരി സ്വർണം പോലും SIT വീണ്ടെടുക്കാനായിട്ടില്ല. ഗോവർദ്ധൻ്റെ ബെല്ലാരിയിലെ ഫ്ളാറ്റിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള സ്വർണം ശബരിമല സന്നിധാനത്തേതാണോ, ദ്വാരപാലക ശില്പത്തിൻ്റെതാണോ, വാതിൽപ്പടിയുടേതാണോ എന്നറിയാൻ വേണ്ടി ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ട് 1 മാസമാകുന്നു. അതിൻ്റെ അന്തിമ ഫലം നാളെ ലഭിക്കും. അങ്ങനെ അത് ശബരിമലയിലാണെന്ന് തെളിഞ്ഞാൽ അത് SITക്ക് അനുകൂലമായ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മാറും, വീണ്ടെടുക്കുന്നതിൻ്റെ ആദ്യ പടിയായി മാറും. അങ്ങനെയെങ്കിൽ പിന്നീട് അന്വേഷണം വ്യാപിപ്പിക്കുന്നത് അതുമായി കേന്ദ്രീകരിച്ച് കർണാടകയിലേക്കായിരിക്കും. കാരണം ഇത് സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് പങ്കജ് ഭണ്ഡാരി CEO ആയ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് അത് വേർപ്പെടുത്തിയ സ്വർണം പിന്നീട് ഈ പറയുന്ന ഇയാൾക്കല്ലാതെ, ഈ ബെല്ലാരിയിലെ വ്യാപാരി ഗോവർദ്ധനല്ലാതെ മറ്റാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അടക്കമുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കും. പ്രത്യേകിച്ചും കർണാടകയിലേക്ക് അത്തരം കാര്യങ്ങൾ വ്യാപിപ്പിക്കും. ഒപ്പം തന്നെ കഴിഞ്ഞ വർഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പിടികൂടുന്നതിന് മുൻപ് ഈ പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഈ കേസുമായി ബന്ധപ്പെട്ട FIR രജിസ്റ്റർ ചെയ്ത ശേഷം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നും തലകൂരാൻ വേണ്ടിയിട്ട് ചില ഗൂഢാലോചനകൾ നടത്തി എന്ന കാര്യം SITക്ക് ഇവരുടെ ഫോൺ രേഖകളിൽ നിന്നും വ്യക്തമായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പരിശോധന വീണ്ടും തുടരും. ഒപ്പം തന്നെ സ്പോൺസറായി ബന്ധപ്പെട്ടത് ഇവരെ മാത്രമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ലിസ്റ്റിൽ നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ 3 വർഷത്തെ ഫോൺ കോളുകൾ SIT പരിശോധിച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഒട്ടനേകം ആളുകളെ, വളരെ പ്രധാനപ്പെട്ട ധനികരെ ഉൾപ്പെടെയുള്ള ആളുകളെ ഇയാൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അവരെയൊക്കെ തന്നെ സ്പോൺസർ ആക്കിയിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട്. കാരണം സന്നിധാനം ഒട്ടാകെ കൊള്ളയടിക്കാനായിരുന്നു ഈ മൂവരുടെ പദ്ധതി. അതിന് പത്മകുമാർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തു എന്നാണ് SITയുടെ റിപ്പോർട്ട്. എന്താണെങ്കിലും ഇന്ന് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കൂടി കോടതി പരിഗണിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.